അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദറിലെത്തി നോക്കിയപ്പോൾ ഖുറൈശികൾ ആകെ സ്തബ്ധരായിപ്പോയി. വെള്ളം മുഹമ്മദിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുടെയും കരങ്ങളിലാണ്. അവർ പരമ്പരാഗതമായി അവിടെ ഉണ്ടായിരുന്ന ജലാശയം തകർത്തിരിക്കുന്നു, നികത്തിയിരിക്കുന്നു. പകരം തൊട്ടപ്പുറത്ത് അവരുടെ സ്വന്തം കൺട്രോളിലായി പുതിയ ടാങ്ക് പണിതിരിക്കുന്നു. ഖുറൈശികൾക്കാണെങ്കിലോ വെള്ളത്തിന് ആവശ്യവുമുണ്ട്. അവർ വെള്ളം സൂക്ഷിച്ചിട്ടില്ല. കാരണം ബദറിൽ വെള്ളമുണ്ട്, ആയതുകൊണ്ട് നമ്മൾ കെട്ടിപ്പേറി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആയതുകൊണ്ട് അവസാനം വെള്ളത്തിന് വേണ്ടി അവർ മുസ്ലിമീങ്ങളുടെ ടാങ്കിലേക്ക് വരേണ്ടി വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ടാങ്കിൽ നിന്ന് ആരെങ്കിലും ഒരിറ്റു വെള്ളമെടുത്താൽ അവനെ അമ്പെയ്ത് കൊന്നുകളയുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരാൾ വന്നു, അയാളെ സഹാബിമാർ അമ്പെയ്തു. മറ്റൊരാൾ വന്നു, അയാൾക്ക് നേരെയും സഹാബിമാർ അമ്പെയ്തു. അങ്ങനെ ഓരോരുത്തരും വരുമ്പോഴൊക്കെ തന്നെയും അവർക്ക് അമ്പുകൾ ഏൽക്കാൻ തുടങ്ങി. അവസാനം ഒരാൾ മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വരുന്ന ആളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂരെ നിന്ന് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളാണ് വരുന്നത് എങ്കിൽ, അയാളാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കുന്നത് എങ്കിൽ അയാൾക്ക് നേരെ അമ്പെയ്യരുത്, അയാളെ ആക്രമിക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രത്യേകത, ഈ സവിശേഷത കൽപ്പിക്കുന്നത് ആർക്കാണെന്നറിയാമോ? മക്കയിലെ പ്രധാനിയായിരുന്ന ഹക്കീം ബിൻ ഹിസാം ബിൻ ഖുവൈലിദിനായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിൽ എത്തിച്ചേരുകയുണ്ടായി. പിന്നീട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്യുകയും ഉണ്ടായി. മക്കയിലെ ഏറ്റവും പ്രധാനിയായ ഒരാളായിരുന്നു ഹക്കീം ബിൻ ഹിസാം ബിൻ ഖുവൈലിദ്. ഖദീജ ബീവിയുടെ സഹോദരൻ്റെ മകൻ. ഖദീജ ബീവിയുടെ സഹോദരൻ്റെ പേരാണ് ഹിസാം. ഖദീജ ബീവിയുടെ സഹോദരൻ്റെ മകൻ എന്ന ബന്ധം വെച്ചിട്ടല്ല നബി ഇങ്ങനെ പറയുന്നത്. പണ്ട് മക്കയിൽ നബിയാകുന്നതിന് മുമ്പ് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹൃത്തായിരുന്നു, ഏറ്റവും അടുത്ത ഒരാളായിരുന്നു ഹക്കീം ബിൻ ഹിസാം. അതിനൊരു കാരണമുണ്ട്. ഹക്കീം ബിൻ ഹിസാം അടിസ്ഥാനപരമായി ഒരു നല്ല സ്വഭാവക്കാരനായിരുന്നു. ബദറിലേക്ക് വന്നത് അബൂജഹലിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. ഹക്കീം ബിൻ ഹിസാം മക്കയിലെ ഏറ്റവും ബുദ്ധിശാലികളിൽ ഒരാളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രസവിച്ചത് കഅബാലയത്തിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് ചരിത്ര വായനകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല 40 വയസ്സ് തികഞ്ഞാലേ മക്കയുടെ പാർലമെൻറ്റായിരുന്ന ദാറുൻ നദുവയിൽ ഒരാൾക്ക് അംഗമാകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അതിനു മുമ്പേ ദാറുൻ നദുവയിൽ അംഗത്വം നേടിയ ഏക ആളായിരുന്നു ഹക്കീം ബിൻ ഹിസാം. നല്ല കച്ചവടക്കാരനായിരുന്നു. കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പങ്ക് കച്ചവടം ചെയ്തിട്ട് പോലുമുണ്ട് അദ്ദേഹം. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ഹൃദയബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കല്യാണമുണ്ടായത്. തൻ്റെ അമ്മായിയായ ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. അതോടുകൂടി ആ ബന്ധം ഒന്നുകൂടി ശക്തമായി. പക്ഷേ കച്ചവടക്കാർ പൊതുവെ അങ്ങനെയാണ്. അവർ ആശയം, ആദർശം, മതം തുടങ്ങിയ വികാരങ്ങളിലേക്കൊന്നും അത്ര പെട്ടെന്ന് ഓടി അടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഹക്കീം ബിൻ ഹിസാം ഇസ്ലാമിലെത്താനും ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിക്കുവാനുമെല്ലാം ഒരുപാട് വൈകിയെന്ന് ശരിയാണ്. ഹക്കീം ബിൻ ഹിസാം എപ്പോഴും പറയുമായിരുന്നു, ബദറിൽ എൻ്റെ ജീവൻ രക്ഷിച്ച ആ ബന്ധമാണ് സത്യം എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മഹാനായ മാപ്പിള കവി മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, കണ്ട് നബി കൂറി ഹക്കീം എന്ത ഒരു ഫെർസലിലം നന്ദിടുകിൽ കുലക്കുവതിനായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കാൻ പക്ഷേ ഹക്കീം ബിൻ ഹിസാം
കാര്യമായി മുന്നോട്ട് വന്നില്ല. അദ്ദേഹം ഒരിക്കൽ വെള്ളമെടുത്തു എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും മക്കായിൽ നിന്ന് വന്ന ഖുറൈശികൾക്ക് മനസ്സിലായി കാര്യം നല്ല നിലയിൽ മുന്നോട്ട് പോവാൻ സാധ്യതയില്ല എന്ന്. കാരണം ഈ ഉണ്ടായ വെള്ളത്തിൻ്റെ വിഷയം തന്നെ മതിയായ സൂചനയായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ തൽക്കാലം ഒന്ന് പിന്നോട്ട് മടങ്ങി. എന്നതിന് ശേഷം അവർ മുസ്ലിം സേന എത്ര പേരുണ്ട്, അവരുടെ ശക്തി എത്രയാണ്, അതെല്ലാം അറിയാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.